സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതര വിവാദം UDF സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ CPIM. ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് സർക്കാരിന്റെ കൂടി അറിവോടെയാണെന്നാണ് വാദം. വേദിയിലെ സീറ്റിന്റെ കാര്യത്തിൽ ലോക് ഭവൻ കൊണ്ടുവന്ന നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മാറ്റിയിട്ടും വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രി മേനോൻ എന്ന പേരിനൊപ്പം ചേർത്തതിനെ എതിർത്തും അനുകൂലിച്ചും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നുണ്ട്. ജിൻഡോ ജോണും VR അനൂപും VDയെ വിമർശിച്ചപ്പോൾ രാജു P നായരും BRM ഷഫീറും പിന്തുണയുമായി രംഗത്തെത്തി. TV പ്രസാദുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം. പ്രസാദ്, അപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ ഒരു വന്ദേമാതരം അപ്പോൾ വീണ് കിട്ടിയ ഒരു ആയുധം എന്നുള്ള തലത്തിൽ അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണോ CPM? ഒപ്പം ഈ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്നുള്ള ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വലിയ മാസമായിരുന്നു, വലിയ കയ്യടിയൊക്കെ കിട്ടിയതായിരുന്നു ആ ഒരു തുടക്കത്തിന്. ഇപ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് യുവ നേതാക്കൾക്കിടയിൽ എങ്ങനെയാണ് ചർച്ചയാവുന്നത്? ഷിഹാസ്, ശ്രുതി, വന്ദേ മാതരം ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം എന്ന നിലയിലാണ് ആദ്യം തന്നെ പുറത്തു വന്നത്. ഇതിലാദ്യം പ്രതികരിച്ചത് മുൻ മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ മുഹമ്മദ് റിയാസാണ്. ആദ്യത്തെ 2 ഈരടികൾ മാത്രമാണ് മറ്റിടങ്ങളിലെല്ലാം ചൊല്ലിയതെന്നും കേരളത്തിൽ ഇത് മുഴുവനായി ചൊല്ലാനുള്ള കാരണം UDF സർക്കാർ BJP നേതൃത്വവുമായും ലോക് ഭവനുമായും നടത്തിയ ഒത്തുകളിയാണ് എന്ന ആരോപണമാണ് പ്രധാനമായും മുഹമ്മദ് റിയാസ് മുന്നോട്ട് വെച്ചത്. അതേ ആരോപണം തന്നെയാണ് SFIയും മുന്നോട്ട് വെച്ചത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് UDFും അതുപോലെ ലോക് ഭവനും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മറ്റെവിടെയും ചൊല്ലാത്ത ഭാഗം കൂടി ഇവിടെ സത്യപ്രതിജ്ഞാ വേദിയിൽ തന്നെ ചൊല്ലിയത് എന്നതാണ് പ്രധാനമായും SFI ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെ ഒരുങ്ങുകയാണ് CPIM എന്നുള്ളതാണ്. കാരണം മന്ത്രിസഭ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ശക്തമായി ഇത്തരം കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ലോക് ഭവനുമായി ബന്ധപ്പെട്ടും ഗവർണറുമായി ബന്ധപ്പെട്ടും അവർ RSS വൽക്കരണമാണ് സംസ്ഥാനത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞ് വലിയ സമരം SFIയും DYFIയും CPIMും തന്നെ സംസ്ഥാനത്ത് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. UDF എങ്ങനെയാണ് ലോക് ഭവനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരാശയക്കുഴപ്പമുണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള പോരിൽ ഇടപെടാൻ ഞാനില്ല എന്ന് പറഞ്ഞ ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ. ഇനിയിപ്പോൾ ലോക് ഭവനുമായുള്ള ബന്ധം അതിഴകീറി പരിശോധിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാനാണ് CPIM ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ VD സതീശൻ്റെ പേരുമാറ്റലുമായി ബന്ധപ്പെട്ട വിവാദം അത് തുടങ്ങിവെച്ചത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം മേനോൻ എന്ന് നേരത്തെ ഇല്ലാത്ത പേര് എന്തിനാണ് VD സതീശൻ സത്യപ്രതിജ്ഞാ വേദിയിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അങ്ങനെ മേനോൻ എന്ന പേരുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ എടുത്തിരുന്നില്ല എന്ന ചോദ്യവും പ്രധാനമായും ഉന്നയിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളായ ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ളവരാണ്, അനൂപ് ഉൾപ്പെടെയുള്ളവരാണ്. അതിൽ മറ്റൊരു വിമർശനം വരുന്നത് KC പക്ഷക്കാരായ യുവജന നേതാക്കൾ VD സതീശനെ പിടിക്കുകയാണ് എന്നൊരു വിമർശനം പൊതുവിൽ കോൺഗ്രസിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇനിയും കൂടുതൽ വരും. അങ്ങനെയെങ്കിൽ VD സതീശനെ സംരക്ഷിക്കാനും ചില യുവജന നേതാക്കൾ വരും എന്നുള്ളത് തന്നെയാണ് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ മനസ്സിലാകുന്നത്. എന്തായാലും വന്ദേ മാതരം ഒരു ഭാഗത്ത്, മേനോൻ വിളി മറ്റൊരു ഭാഗത്ത്. ഷിഹാസ്, ശ്രുതി. ശരി, TV പ്രസാദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകി.